ഹായ്. ഒരു ഇടവേളയ്ക്ക് ശേഷം PSCയുടെ ഇഷ്ട വിഷയമായി നവോത്ഥാനം വീണ്ടും മാറിയിരിക്കുകയാണ്. അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കുന്നുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് വന്നത്. അതിൽ വൈകുണ്ഠ സ്വാമികളെ ആണ് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നത്. അടുത്ത പരീക്ഷയ്ക്കും ചോദിക്കും. ഈ വൈകുണ്ഠ സ്വാമികളെ നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അദ്ദേഹം തന്നെ വളരെ ബുദ്ധിമുട്ടില്ലാതെ പഠിക്കാനും വേണ്ടി നമുക്ക് എല്ലാതും കണക്റ്റഡ് ആയിട്ട് തന്നിട്ടുണ്ട്. അതെങ്ങനെയെന്ന് നോക്കാം. കേരള നവോത്ഥാനത്തിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികൾ നമുക്ക് പറയുമ്പോൾ തന്നെ പേരിൽ തന്നെ വൈകുണ്ഠം. വൈകുണ്ഠത്തിൽ ആരാണ്? മഹാവിഷ്ണുവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ച് മഹാവിഷ്ണുവിന്റെ അവതാരം എന്നാണ് വിശേഷിപ്പിച്ച്. ഈ മഹാവിഷ്ണു ദൈവം എല്ലാവർക്കും ഐശ്വര്യപൂർവ്വം സമത്വപൂർവ്വം എല്ലാവർക്കും ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതാണ്. അപ്പൊ ഈ സമത്വം എന്നുള്ളൊരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ 4 ഫാക്റ്റുകൾ നമുക്ക് വൈകുണ്ഠസ്വാമികളെ പറ്റി കണക്ട് ചെയ്യാം. അതെങ്ങനെ നോക്കാം. അദ്ദേഹം ജനിച്ചത് 1809 ഇതിൽ തന്നെ ഒരു സമത്വമുണ്ട്. ഇതൊന്ന് കൂട്ടി നോക്കൂ. 9 ഇവിടെയും 9. അപ്പൊ ജനിച്ച വർഷം ബുദ്ധിമുട്ടില്ല. അതൊരു സമത്വത്തിലാണ് ജനിച്ചത് തന്നെ. ഇനി അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമായിരുന്നു സമത്വ സമാജം. ഈ സമത്വ സമാജം എന്നാ വന്നത് 1836. അതിൽ തന്നെ ഒരു സമത്വമുണ്ട്. ഇതിന്റെ വർഷം നോക്കൂ. വീണ്ടും 9. ഈ സമത്വ സമാജം ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. വർഷവും ചോദിച്ചിട്ടുണ്ട്. PSC എത്ര തവണ ചോദിച്ചു PSCക്ക് തന്നെ അറിയില്ല. പിന്നെ അടുത്ത ഫാക്ട് ആയിട്ട് സമപന്തി ഭോജനം. ഇവിടെ ഒരു സമമാണ്. അടുത്തൊരു ഫാക്ട് ആയിട്ട് വീണ്ടും കാണാം. ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, നാളെ കാണാം.